നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല സജ്ജമായെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച നിരീക്ഷകർ ഇടുക്കി ജില്ലയിലെത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു എന്നിവർ ചേർന്ന് നിരീക്ഷകരെ സ്വീകരിച്ചു. റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ തൊടുപുഴ സമ്മർ ഫെസ്റ്റ് മാർച്ച് 20 മുതൽ ബംഗളൂർ കോലാനി ബൈപ്പാസിലെ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. പക്ഷെ 2 ആഴ്ച തികച്ച് പ്രവർത്തിക്കാതെ കയാക്കിംഗ് അടച്ചുപൂട്ടി. കുളമാവിൽ വടക്കേപ്പുഴ ടൂറിസത്തിന്റെ ഭാഗമായി തുടങ്ങിയ കയാക്കിംഗ് സൗകര്യമാണ് നിർത്തലാക്കിയത്. 2 നിയമസഭാ മണ്ഡലങ്ങളുടെയും 2 പഞ്ചായത്തുകളുടെയും അതിർത്തിയിലെ പാലം തകർന്നു കിടന്നിട്ട് 7 വർഷങ്ങൾ. പാലം പണിയാത്തതിനാൽ 100 കണക്കിന് സ്കൂൾ കുട്ടികളും നാട്ടുകാരുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. വാർത്തകൾ വിശദമായി. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല സജ്ജമായെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായി അദ്ദേഹം അറിയിച്ചു. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും സമ്മതിദാന അവകാശം ഉറപ്പുവരുത്തുന്നതിനും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പൊതുനിരീക്ഷകർ, ചെലവ് നിരീക്ഷകർ, പോലീസ് നിരീക്ഷകൻ എന്നിവരെ നിയോഗിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഈ ഇലക്ഷനിൽ ഏറ്റവും സുതാര്യവും നീതിപൂർവമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നുണ്ട്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും, അത് DEO തൊട്ട് RO, ARO തലത്തിൽ താഴോട്ടുള്ള എല്ലാ ട്രെയിനിങ്ങുകളും ഷെഡ്യൂൾഡാണ്. പല ട്രെയിനിങ്ങുകളും പൂർത്തീകരിച്ചു വന്നിട്ടുണ്ട്. പല ഘട്ടങ്ങളിലായിട്ട് പൂർത്തീകരിച്ച് വരുന്നുമുണ്ട്. ഇതുകൂടാതെ നമ്മുടെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം മുൻ ഇലക്ഷനുകളിൽ നമ്മുടെ വോട്ടർ ടേൺ ഔട്ട് കുറഞ്ഞ ഒരു സാഹചര്യം പലപ്പോഴും ശ്രദ്ധയപ്പെട്ടിട്ടുണ്ട്. ലോക്സഭാ ഇലക്ഷൻ ആയാലും കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ ആയാലും ഇതര ജില്ലകളെ അപേക്ഷിച്ച് 2-3 ജില്ലകളിൽ ഇടുക്കിയും വളരെ കുറഞ്ഞ ഒരു വോട്ടിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്രാവശ്യത്തെ നമ്മുടെ ഒരു പ്രധാന കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു സാക്ഷരത ഇലക്ഷൻ മേഖലയിലും കൃത്യമായിട്ട് പ്രതിഫലിക്കണം. അതായത് ഇലക്ഷൻ സാക്ഷരത എന്ന് പറയുന്നത് നമ്മുടെ ഈ മഹത്തായ ജനാധിപത്യ പ്രക്രിയയിൽ എല്ലാതരം വോട്ടർമാരും കൃത്യമായിട്ട് പങ്കെടുത്ത് അത് അങ്ങേയറ്റം ഏറ്റവും നല്ല രീതിയിലുള്ള ഒരു പോളിംഗ് ശതമാനം ജില്ലയിൽ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. മുൻവർഷങ്ങളിൽ പലപ്പോഴും നമ്മുടെ ചില റിമോട്ട് ഏരിയാസ്, അതുപോലെ തന്നെ അർബൻ മേഖലകളിലൊക്കെ കുറച്ച് പുറകിലാണുള്ളത്. ഇപ്രാവശ്യം അത്തരം മേഖലകളിൽ നമ്മൾ കൂടുതൽ പ്രചാരണ പരിപാടികൾ ഇലക്ഷൻ കമ്മീഷൻ നേതൃത്വത്തിലും നമ്മൾ നടത്താൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മുടെ എല്ലാ പ്രിയമുള്ള വോട്ടർമാരും ഇക്കാര്യത്തിൽ സഹകരിക്കണം. നമുക്ക് നിലവിൽ 8 ലക്ഷത്തോളം വോട്ടർമാരാണ് നമുക്ക് ജില്ലയിലുള്ളത്. അപ്പോൾ ഏതാനും കൂടുതൽ വോട്ടർമാർ സ്ത്രീ വോട്ടർമാർ തന്നെയാണ്. അക്കാര്യത്തിൽ ജില്ല വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ നമ്മുടെ SIR-ഉമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് തുടക്കത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ, ഉദാഹരണത്തിന് ഇത്രയും വിസ്തൃതമായ ജില്ലയിൽ SIR-ഉമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ നമ്മുടെ SIR പ്രക്രിയ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ പ്രക്രിയ ഇലക്ഷൻ്റെ സുതാര്യമായ വോട്ടിംഗ് ശതമാനത്തിലും. പെരിയാർ കടുവ സങ്കേതത്തിൽ വനം വകുപ്പിന്റെ സംരക്ഷണയിൽ ചികിത്സയിൽ കഴിയുന്ന മംഗള എന്ന പെൺകടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ പുത്തൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ 6 വർഷമായി മംഗളയെ പരിപാലിച്ചിരുന്ന പ്രൊട്ടക്ഷൻ വാച്ചർ റോയി എബ്രഹാമും ഒപ്പമുണ്ടാകും. ഇത് സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വന്നു. മംഗളയ്ക്ക് റോയിയോടുള്ള അടുപ്പമാണ് റോയിയെയും പുത്തൂരിലേക്ക് അയക്കുവാൻ കാരണമാവുന്നത്. പെരിയാർ കടുവ സങ്കേതത്തിൽ വനംവകുപ്പിന്റെ സംരക്ഷണയിൽ കഴിയുന്ന മംഗള എന്ന പെൺകടുവയെ വിദഗ്ധ ചികിത്സയ്ക്കായി തൃശൂർ പുത്തൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ 6 വർഷമായി മംഗളയെ പരിപാലിച്ചു വരുന്ന പ്രൊട്ടക്ഷൻ വാച്ചറായ റോയ് എബ്രഹാമും ഒപ്പമുണ്ടാവും. പെരിയാർ കടുവ സങ്കേതത്തിനുള്ളിലെ മംഗളാദേവിയിൽ നിന്നും അമ്മക്കടുവ ഉപേക്ഷിച്ച നിലയിൽ 6 വർഷങ്ങൾക്ക് മുൻപാണ് അവശനിലയിൽ കടുവാക്കുഞ്ഞിനെ വനംവകുപ്പിന് ലഭിക്കുന്നത്. വനംവകുപ്പ് കടുവാക്കുഞ്ഞിനെ തേക്കടിയിൽ എത്തിച്ച് മംഗള എന്ന പേരും നൽകി പരിപാലിച്ച് വരികയായിരുന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായി വനംവകുപ്പ് പ്രൊട്ടക്ഷൻ വാച്ചറായ റോയ് എബ്രഹാമാണ് മംഗളയെ പരിപാലിച്ച് വന്നിരുന്നത്. മംഗളയ്ക്ക് മികച്ച ചികിത്സ നൽകുന്നതിനായാണ് തൃശ്ശൂരിലെ പുത്തൂരിലേക്ക് കൊണ്ടുപോകുന്നത്. മംഗളയ്ക്ക് റോയോടുള്ള അടുപ്പം പുത്തൂരിലെ പുതിയ സാഹചര്യങ്ങളുമായി കടുവയെ ഇണക്കിയെടുക്കുവാൻ കഴിയുമെന്ന വനംവകുപ്പിന്റെ നിഗമനത്താലാണ്
റോയിയെ കൂടി അയക്കുന്നത്. ഇതു സംബന്ധിച്ച് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ ഉത്തരവ് വന്നു. പുത്തൂരിലെ സേവന കാലയളവിൽ റോയിയുടെ വേതനം വനം വകുപ്പ് പെരിയാർ ഈസ്റ്റ് ഡിവിഷൻ നിന്നും നൽകും. റോയിയുടെ പുത്തൂരിലെ താമസ സൗകര്യം സുവോളജിക്കൽ പാർക്ക് ഡയറക്ടർ ഏർപ്പാടാക്കും. വിശദമായ പരിശോധനകൾക്ക് ശേഷം 2 ആഴ്ചയ്ക്കകം മംഗളയെ പുത്തൂരിലേക്ക് മാറ്റുവാനാണ് വനം വകുപ്പിന്റെ തീരുമാനം. BBC ന്യൂസ്, കുമളി. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച നിരീക്ഷകർ ഇടുക്കി ജില്ലയിൽ എത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു IPS എന്നിവർ ചേർന്ന് നിരീക്ഷകരെ സ്വീകരിച്ചു. ജില്ലയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പൊതുനിരീക്ഷകർ വിലയിരുത്തി. പൊതുജനങ്ങൾക്ക് നേരിട്ടും ഫോൺ മുഖേനയും ഓഫീസ് സമയങ്ങളിൽ നിരീക്ഷകരുമായി ബന്ധപ്പെടാം. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച നിരീക്ഷകർ ജില്ലയിലെത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു എന്നിവർ ചേർന്ന് നിരീക്ഷകരെ സ്വീകരിച്ചു. വിവിധ നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള പൊതുനിരീക്ഷകരായ ദീപ്തി ഉപ്പൽ, ഹർഷത് കുമാർ R പട്ടേൽ, തെരഞ്ഞെടുപ്പ് ചെലവ് നിരീക്ഷകരായ ആശിഷ് കുമാർ, നമിത പട്ടേൽ എന്നിവരാണ് ജില്ലയിലെത്തിയത്. ജില്ലയിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കളക്ടറേറ്റിൽ ചേർന്ന യോഗത്തിൽ പൊതുനിരീക്ഷകർ വിലയിരുത്തി. ADMS ശ്രീജിത്ത്, സബ് കളക്ടർ അനൂപ് ഗാർഗ്, ഇലക്ഷൻ ഡെപ്യൂട്ടി കളക്ടർ ഷീബ മാത്യു, ഡെപ്യൂട്ടി കളക്ടർ അതുൽ സ്വാമിനാഥൻ, ഇലക്ഷൻ നോഡൽ ഓഫീസർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. IAS ഉദ്യോഗസ്ഥരായ ദീപ്തി ഉപ്പൽ, തൊടുപുഴ ദേവികുളം നിയോജക മണ്ഡലങ്ങൾ, ഹർഷത് കുമാർ R പട്ടേൽ, ഇടുക്കി ഉടുമ്പൻചോല പീരുമേട് എന്നിവരാണ് ജില്ലയിലേക്ക് നിയോഗിച്ച പൊതുനിരീക്ഷകർ. IPS ഉദ്യോഗസ്ഥരായ പവൻകുമാറാണ് പോലീസ് ഒബ്സർവർ. IRS ഉദ്യോഗസ്ഥനായ ആശിഷ് കുമാർ, തൊടുപുഴ പീരുമേട്, നമിത പട്ടേൽ, ദേവികുളം ഉടുമ്പൻചോല എന്നിവരാണ് ചെലവ് നിരീക്ഷകർ. പൊതുജനങ്ങൾക്ക് നേരിട്ടും ഫോൺ മുഖേനയും ഓഫീസ് സമയങ്ങളിൽ നിരീക്ഷകരെ ബന്ധപ്പെടാം. നിരീക്ഷകരുടെ ഫോൺ നമ്പർ ദീപ്തി ഉപ്പൽ 9596611533, ഹർഷത് കുമാർ R പട്ടേൽ 9978401531, പവൻകുമാർ 7409889888, ആശിഷ് കുമാർ 7979967971, നമിത പട്ടേൽ 9828100813. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ തൊടുപുഴ സമ്മർ ഫെസ്റ്റ് മാർച്ച് 20 മുതൽ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലെ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈവിധ്യമാർന്ന അലങ്കാരങ്ങൾ, വിനോദ പരിപാടികൾ, വ്യാപാര സ്റ്റാളുകൾ എന്നിവ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വിവിധ ഭക്ഷണ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഫുഡ് കോർട്ടുകളും ഇവിടെ സജ്ജമാക്കും. വൈകിട്ട് സാംസ്കാരിക പരിപാടികളും ലൈവ് ഷോകളും ഉണ്ടായിരിക്കും. 20-ന് വൈകിട്ട് 6:30-ന് തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ സമ്മർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ K ദീപക് ഉൾപ്പെടെയുള്ളവർ ചടങ്ങിൽ പങ്കെടുക്കും. റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾ ഒരുമിച്ചെത്തിയ സാഹചര്യത്തിൽ വലിയ ആഘോഷവേദിയാക്കി മാറ്റാൻ തൊടുപുഴ സമ്മർ ഫെസ്റ്റിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. 50 വർഷക്കാലമായി ഇന്ത്യയിലുടനീളം വിവിധങ്ങളായ എക്സ്പോ സംഘടിപ്പിച്ച് വിജയം കൈവരിച്ച A2Z ഇവന്റ്സും ഫൺ വേൾഡ് ബാംഗ്ലൂരും ചേർന്നാണ് എക്സ്പോ സംഘടിപ്പിക്കുന്നത്. എൻ്റെ കമ്പനിയായ A2Z ഇവന്റ്സ് ആൻഡ് മാനേജ്മെന്റ്, ഇൻഫ്രാസ്ട്രക്ചർ മാനേജ്മെന്റ് രണ്ടുപേരും കൂടിയാണ് ഈ എക്സിബിഷനെല്ലാം നടത്തുന്നത്. ഇന്ത്യയിൽ ഒരേ സമയത്ത് 10-16 എക്സിബിഷൻ നടക്കുന്നുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ 2 എക്സിബിഷൻ ഉണ്ട്. ഒന്ന് മണ്ണാർക്കാട്, ഒന്ന് കൂടി. കൂടുതൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐറ്റംസ് പ്രദർശിപ്പിച്ചുകൊണ്ട് പബ്ലിക്കിനെ അട്രാക്ഷൻ ചെയ്യേണ്ട രീതിയിലാണ് ഞങ്ങൾ എക്സിബിഷൻ നടത്തുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ ഇന്നോവേഷൻ ആയിരുന്നു ഈ ടണൽ. ഞങ്ങൾ ഇമ്പോർട്ട് ചെയ്ത ടണലായിരുന്നു ചൈനയിൽ നിന്ന്. അത് ഗ്ലാസ് അല്ല, അക്രിലിക്. കാരണം അത് പൊട്ടില്ല, ബ്രേക്കാകാൻ ഒരു ചാൻസും ഇല്ല അക്രിലിക് ആയത്. അത് ഗ്ലാസിൻ്റെയാണ്, പൊട്ടാനും അത് ആക്സിഡൻ്റ് ഉണ്ടാകാനും ചാൻസ് ഉണ്ട്. ഇവിടെ ഇന്ന് ഞങ്ങൾ 20-ാം തീയതി ഞങ്ങൾ ആരംഭിക്കുന്നു. പ്രത്യേക അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെള്ളച്ചാട്ടമാണ്. പല ടൈപ്പ് വെള്ളച്ചാട്ടമുണ്ട്. സെരീകൽ വെള്ളച്ചാട്ടമുണ്ട്. അതിവിടെ ചെയ്യാനുള്ള സ്ഥലമില്ല. അതിലേക്ക് 200 ഫീറ്റ് വിട്ട് വേണം, സ്ഥലത്തിലില്ല. നേരെയുള്ള ഇതിലും ഫാൾസിൻ്റെ അടുത്ത് പോയി നിൽക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് എല്ലാം ഉണ്ട്. കൂടാതെ ഫിലിപ്പൈൻസിൽ നിന്നുള്ള മെർമെയ്ഡ്സ്, അതായത് മത്സ്യകന്യകൾ, അത് 2 പേരുണ്ടാവും. പിന്നെ ഞങ്ങൾ ഈ അന്റാർട്ടിക്കയുടെ ഒരു രൂപം ഒരു 10,000 സ്ക്വയർ ഫീറ്റിൽ അത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ സാധാരണ അമ്യൂസ്മെന്റ് പാർക്കും ഫുഡ് കോർട്ടും ഇതെല്ലാം കൂടിയിട്ടുണ്ട്. മാർച്ച് 20 മുതൽ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലെ പുളിമൂട്ടിൽ ഗ്രൗണ്ടിലാണ് തൊടുപുഴ സമ്മർ ഫെസ്റ്റ് അരങ്ങേറുന്നത്.
നിറവൈവിധ്യമാർന്ന അലങ്കാരങ്ങൾ, വിനോദ പരിപാടികൾ, വ്യാപാര സ്റ്റാളുകൾ എന്നിവ ഒരുക്കിയിട്ടുണ്ട്. കുടുംബസമേതം എത്തുന്ന സന്ദർശകർക്ക് വിനോദ റൈഡുകളും കലാപരിപാടികളും ഷോപ്പിംഗ് സൗകര്യങ്ങളും പ്രത്യേക ആകർഷണമാണ്. വിവിധ വിഭവങ്ങൾ ഉൾപ്പെടുത്തിയ ഫുഡ് കോർട്ടുകളും സജ്ജമാക്കും. വൈകുന്നേരങ്ങളിൽ നടക്കുന്ന സാംസ്കാരിക പരിപാടികളും ലൈവ് ഷോകളും മേളയുടെ ആവേശം വർദ്ധിപ്പിക്കും. തൊടുപുഴയിൽ ആദ്യമായി വിരുന്നെത്തുന്ന സമ്മർ ഫെസ്റ്റിൽ 150 അടി നീളവും 50 അടി ഉയരവുമുള്ള നയാഗ്ര വെള്ളച്ചാട്ടമാണ് ഏറെ ആകർഷണീയമായി ഒരുക്കിയിരിക്കുന്നത്. അന്റാർട്ടിക്ക സ്നോ വേൾഡ്, ഫിലിപ്പീൻസ് മത്സ്യകന്യകമാർ, അമ്യൂസ്മെന്റ് റൈഡുകൾ എന്നിവയും പ്രത്യേകതയാണ്. 40 ദിവസം നീണ്ടു നിൽക്കുന്ന തൊടുപുഴ സമ്മർ ഫെസ്റ്റിൽ വൈകുന്നേരം 4 മുതൽ രാത്രി 9 വരെയാണ് പ്രദർശനം. 100 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. 3 പ്രധാന ആഘോഷങ്ങൾ ഒരേ സമയം എത്തിച്ചേരുന്ന അപൂർവ അവസരം പ്രയോജനപ്പെടുത്തി തൊടുപുഴ സമ്മർ ഫെസ്റ്റ് ജില്ലയിലെ പ്രധാന ആകർഷണമായി മാറുമെന്ന് സംഘാടകർ പറഞ്ഞു. 20 വൈകുന്നേരം 6:30 തൊടുപുഴ നഗരസഭാ ചെയർപേഴ്സൺ സാബിറ ജലീൽ സമ്മർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭാ വൈസ് ചെയർമാൻ കെ ദീപക് മുഖ്യാതിഥിയായിരിക്കും. വാർഡ് കൗൺസിലർമാരായ ആർ രാജി, രാജേഷ് ബാബു, ആതിര ജോഷി എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുക്കും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഡയറക്ടർ AK നായർ, മാനേജർ പ്രഭാകരൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. പക്ഷേ 2 ആഴ്ച തികച്ച് പ്രവർത്തിക്കാതെ കയാക്കിംഗ് അടച്ചുപൂട്ടി. കുളമാവിൽ വടക്കേപ്പുഴ ടൂറിസത്തിന്റെ ഭാഗമായി തുടങ്ങിയ കയാക്കിംഗ് സൗകര്യമാണ് നിർത്തലാക്കിയത്. ഇതിനെ തുടർന്ന് കരാർ കമ്പനി ഇവ എടുത്തുകൊണ്ടു പോകുവാനുള്ള ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ഇവരെ തടഞ്ഞത്. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. പക്ഷേ 2 ആഴ്ച തികച്ച് പ്രവർത്തിക്കാതെ കയാക്കിംഗ് അടച്ചുപൂട്ടി. കുളമാവിൽ വടക്കേപ്പുഴ ടൂറിസത്തിന്റെ ഭാഗമായി തുടങ്ങിയ കയാക്കിംഗ് സൗകര്യം നിർത്തലാക്കി. ഇതിനെ തുടർന്ന് കരാർ കമ്പനി ഇവ എടുത്തുകൊണ്ടു പോകുവാനുള്ള ശ്രമം പ്രദേശവാസികൾ തടഞ്ഞു. യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അനുഷൽ കുളമാവ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സ്റ്റീഫൻ ജോർജ്, വാർഡ് പ്രസിഡന്റുമാരായ ബിജു മാത്യു തോമസ് അഗസ്റ്റിൻ എന്നിവരുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും നാട്ടുകാരും ചേർന്നാണ് ഇവരെ രാവിലെ തടഞ്ഞത്. KCBയുടെ ഹൈഡൽ ടൂറിസം പദ്ധതി കുളമാവിൽ നടപ്പാക്കിയ സ്പോർട്സ് ആക്ടിവിറ്റിയായ കൊട്ടവഞ്ചി കയാക്കിംഗ് പദ്ധതി ഇന്ന് നിർത്തലാക്കിയിട്ട് ദിവസങ്ങളായി, ടിക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ദിവസങ്ങളായി. ഇന്നിപ്പോൾ അതിൻ്റെ മെറ്റീരിയൽ രാവിലെ എടുത്തുകൊണ്ട് കൊണ്ടുപോകാൻ അതിൻ്റെ കരാറുകാരൻ വന്നിട്ടുണ്ടായിരുന്നു. പ്രദേശവാസികളുടെ നേതൃത്വത്തിലും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്ന് തടയുകയുണ്ടായി. എന്നുവെച്ചാൽ ഈ നാട്ടിലെ ടൂറിസത്തെ തകർക്കുന്നതിന് വേണ്ടി റോഷിയോസിൻ്റെ നേതൃത്വത്തിൽ വൻ ഗൂഢാലോചന നടക്കുന്നുണ്ട്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധവുമായി മുമ്പോട്ട് പോകും. ബന്ധപ്പെട്ടവർ വന്ന് ഈ കാര്യങ്ങൾ ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. ഇടുക്കി സ്വദേശിനി കുവൈറ്റിൽ ചികിത്സയിലിരിക്കെ മരിച്ചു. ആലക്കോട് തോട്ടുംകരയിൽ രാജി രാജനാണ് ഫർവാനിയ ഹോസ്പിറ്റലിൽ ചികിത്സയിലിരിക്കെ മരിച്ചത്. കുവൈറ്റിൽ സ്വകാര്യ ഹോം കെയർ കമ്പനിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഭർത്താവ് സുനീഷ് കുമാരൻ. മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുന്നു. 2 നിയമസഭാ മണ്ഡലങ്ങളുടെയും 2 പഞ്ചായത്തുകളുടെയും അതിർത്തിയിലെ പാലം തകർന്നു കിടന്നിട്ട് 7 വർഷങ്ങൾ. പാലം പണിയാത്തതിനാൽ 100 കണക്കിന് സ്കൂൾ കുട്ടികളും നാട്ടുകാരുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതേ തുടർന്ന് അടിയന്തരമായി പാലം പുനർനിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഇടുക്കി ഉടുമ്പൻചോല നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തിയിലുള്ള ചിന്നാർപുഴയിലെ ബദൽ കുരിശടി പാലമാണ് 2018 പ്രളയത്തിലും 19 പ്രളയത്തിലുമായി തകർന്നുപോയത്. നിയമസഭാ മണ്ഡലങ്ങളിലെ ജനപ്രതിനിധികൾ മന്ത്രിമാരായിരുന്ന സുവർണ കാലഘട്ടത്തിൽ പോലും പാലം പണിയുവാൻ നടപടികൾ സ്വീകരിക്കാത്തതിൽ വലിയ പ്രതിഷേധമുയരുകയാണ്. നാട്ടുകാർ ഉണ്ടാക്കിയ നടപ്പാലം കഴിഞ്ഞ വർഷത്തെ പെരുമഴയിൽ വീണ്ടും കുത്തൊഴുക്കിൽപ്പെട്ട് നശിച്ചു. സ്കൂൾ വാനുകളടക്കം 5 കിലോമീറ്ററോളം ചുറ്റിയാണ് ഇന്ന് സഞ്ചരിക്കുന്നത്. നാട്ടുകാർ ആശ്രയിക്കുന്ന ഡിസ്പെൻസറിയിൽ പോലും ചികിത്സ തേടുവാൻ കിലോമീറ്റർ സഞ്ചരിക്കേണ്ട വിസ്തൃതിയിലാണ് പഞ്ചായത്തിന്റെ പരിധിയിൽപ്പെട്ടവർ. അടിയന്തരമായി പാലം പുനർനിർമ്മിച്ച് ഗതാഗതയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രക്ഷോഭത്തിലേക്ക് കടക്കുവാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ. ഞാൻ ഈ പാലത്തിന്റെ മറുകര താമസിക്കുന്ന ആളാണ്. ഇതിലെ യാത്ര ചെയ്യണമെങ്കിൽ ഇനിയിപ്പോൾ ഇവിടുന്ന് 5 കിലോമീറ്റർ ചുറ്റി വേണം ഇവിടുന്ന് ഒരു ആശുപത്രി വേണേലും ഒന്ന് ചെല്ലാൻ. ഇവിടെ ചെറിയൊരു ക്ലിനിക്കുണ്ട്. 50 രൂപയുടെ ഒരു ഇഞ്ചക്ഷൻ എടുക്കണമെങ്കിൽ 5 കിലോമീറ്റർ ഇറങ്ങിയിട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ്. അത് പ്രായമായവർക്ക്, കുട്ടികൾക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ അനുഭവപ്പെടുന്നത്. സ്കൂളിൻ്റെ ബസ് ഇതിലെ ഒരു 3-4 സ്കൂളിൻ്റെ ബസ് ഇതിലെ കടന്നു പോകുന്നു. ഇവിടെ തന്നെയുള്ള 7ാം ക്ലാസ് വരെയുള്ള സ്കൂളുണ്ട്. ഇവിടുത്തെ പിള്ളേർ ബസ്സിന് പോകുന്നു. പക്ഷേ ഇവർക്കൊന്നും ഇതിലെ ഇനി പോകാൻ സാധിക്കുന്നില്ല. ഇവർക്ക് ഒന്നുകിൽ ഇവിടെ വന്ന് മാതാപിതാക്കൾ കൈ പിടിച്ച് അവരെ കടത്തി വിടണം. പ്രത്യേകിച്ച് ഒരു മഴ പെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒക്ടോബർ മാസവും ഇവിടെ ഇങ്ങനെ വെള്ളം പൊങ്ങിപ്പോയിട്ട് ഇവിടെ വേറെ ഒന്നും ചെയ്യാൻ ഇവിടുത്തെ അധികാരികൾക്ക് സാധിക്കുന്നില്ല. ഇത് 2018 മുതൽ തകർന്നു കിടക്കുന്ന ഒരു പാലമാണ്. അപ്പോൾ പാലത്തിൻ്റെ അപ്രോച്ചാണ് 2018 പോയി, 2019 പ്രളയത്തിൽ പോയി, പിന്നെ ഇപ്പോൾ ഇതാണ് 2025 പ്രളയത്തിലും അത് പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ഇത് ഇത്തരം ഒരു പാലത്തിൻ്റെ സൈഡ് അപ്രോച്ച് പണികൾ ചെയ്യാനായിട്ട് നമ്മുടെ നെടുങ്കണ്ടം ഒരു പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇത് ചെയ്യാൻ കഴിയില്ല. കാരണം അതിന് കൂടുതൽ ഫണ്ടുകൾ വേണം. എന്നാൽ ഇത് ഇത്രയധികം പ്രശ്നങ്ങളുണ്ടാകുന്ന ഫ്ലഡിലൊക്കെ ഇതിന് ഫണ്ടുകൾ ഉള്ളതാണ്.
പക്ഷേ 2018-ലും 2019-ലും ഏതാണ്ട് 3 കോടി രൂപയോളം ഇടുക്കി ജില്ലയിലെ ഈ പ്രളയം മൂലം ഉണ്ടായിട്ടുള്ള നാശനഷ്ടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി ഫണ്ടുകൾ അനുവദിച്ചു. അതിനുശേഷം ഇടുക്കി പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 15 കോടി രൂപ മുഖ്യമന്ത്രി കട്ടപ്പന വന്നപ്പോൾ പ്രഖ്യാപിച്ചു. എന്നിട്ടും ഈ ഇതുപോലെയുള്ള പാലങ്ങൾ തകർന്നു കിടക്കുന്ന അല്ലെങ്കിൽ പാലത്തിൻ്റെ അപ്രോച്ചുകൾ തകർന്നു കിടക്കുന്നതിന് ഇതുവരെ ഒരു പരിഹാരം ഉണ്ടായിട്ടില്ല. ഇപ്പോൾ പുതിയതായി പഞ്ചായത്ത് തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ് ജനപ്രതിനിധികൾ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യത്തെ ഗ്രാമസഭയിൽ തന്നെ ഇതിനെക്കുറിച്ചുള്ള ഒരു ആവശ്യം ഉന്നയിക്കുകയും അതനുസരിച്ച് ഞങ്ങൾ ബഹുമാനപ്പെട്ട കലക്ടർക്ക് പരാതി കൊടുക്കുകയും ആ കലക്ടർ അവിടുന്ന് അടിയന്തരമായി തന്നെ ഇതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാം എന്ന് പറഞ്ഞ് പഞ്ചായത്തിലേക്ക് ഇപ്പോൾ എഴുതി തന്നിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് സബ്മിറ്റ് ചെയ്താൽ അതിനുള്ള ഫണ്ട് അനുവദിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഇപ്പം ഞങ്ങൾ നിൽക്കുന്നത്. ന്യൂസ് ബ്യൂറോ, നെടുങ്കണ്ടം. ലോക സോഷ്യൽ വർക്ക് ദിനാചരണത്തോടനുബന്ധിച്ച് കോട്ടപ്പടി മാറേലിയാസ് കോളേജിലെ ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെ നേതൃത്വത്തിൽ സെമിനാർ നടത്തി. നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജീഷ് ബാലു CJ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കോളേജ് മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് പരുത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. കോളേജ് മാനേജർ സുനിൽ ജോസഫ് മുഖ്യ പ്രഭാഷണം നടത്തി. ലോക സോഷ്യൽ വർക്ക് ദിനാചരണത്തോടനുബന്ധിച്ച് കോട്ടപ്പടി മാറേലിയാസ് കോളേജിലെ ഇന്നൊവേഷൻ ആൻഡ് എന്റർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നബാർഡിന്റെ പങ്കും പദ്ധതികളും എന്ന വിഷയത്തിൽ വിപുലമായ സെമിനാർ സംഘടിപ്പിച്ചു. ഗ്രാമീണ വികസനത്തിലും കാർഷിക സംരംഭകത്വത്തിലും നബാർഡ് നൽകുന്ന പിന്തുണയെക്കുറിച്ച് വിദ്യാർത്ഥികളിൽ കൃത്യമായ അവബോധം സൃഷ്ടിക്കുക എന്നതായിരുന്നു ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം. IEDC നോഡൽ ഓഫീസർ ഫെബീന OS സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ കോളേജ് മാനേജ്മെന്റ് ബോർഡ് പ്രസിഡന്റ് റവറൻ ഫാദർ ജോസ് പര്യത്തുവയലിൽ അധ്യക്ഷത വഹിച്ചു. നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജീഷ് ബാലു CJ സെമിനാറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. തുടർന്ന് കോളേജ് മാനേജർ സുനിൽ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തുകയും കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജോസഫ് T. മൂലയിൽ വിദ്യാർത്ഥികൾക്ക് പ്രചോദനമേകുന്ന സന്ദേശം നൽകുകയും ചെയ്തു. തുടർന്ന് നടന്ന സെഷനിൽ നബാർഡ് ഡെപ്യൂട്ടി ജനറൽ മാനേജർ അജീഷ് ബാലു CJ വിഷയത്തെക്കുറിച്ച് വിശദമായി സംസാരിച്ചു. സ്റ്റുഡന്റ് സ്റ്റാർട്ടപ്പുകൾക്ക് നബാർഡ് നൽകുന്ന സാമ്പത്തിക ഗ്രാന്റുകളെക്കുറിച്ചും വിദ്യാർത്ഥികൾക്ക് നബാർഡിന് കീഴിൽ ചെയ്യാവുന്ന പ്രോജക്ടുകളെയും ഇന്റേൺഷിപ്പുകളെക്കുറിച്ചും അദ്ദേഹം വിശദീകരിച്ചു. വിദ്യാർത്ഥികളുടെ കരിയർ വളർച്ചയ്ക്കും സംരംഭകത്വ മികവിനും ഇത്തരം അവസരങ്ങൾ വലിയ കരുത്താകുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ ട്രസ്റ്റി CM ജോർജ്, വൈസ് പ്രിൻസിപ്പൽ ജിൻസി P. മാത്യൂസ്, സ്റ്റാഫ് സെക്രട്ടറി സീഗല C. എന്നിവർ ആശംസകൾ അർപ്പിച്ചു. വിദ്യാർത്ഥി കോർഡിനേറ്റർ മുംതാസ് VM നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കൃഷിയിടത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കർഷക തൊഴിലാളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. അമരമ്പലം പഞ്ചായത്തിലെ TK കോളനിയിലാണ് സംഭവം നടന്നത്. വെളുത്തെടുത്ത ദാസിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. കോയിപ്ര മലവാരത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ നിന്ന് ജോലി കഴിഞ്ഞ് വരവെയാണ് ഇയാൾക്ക് കാട്ടാനയുടെ ആക്രമണം നേരിടേണ്ടി വന്നത്. കൃഷിയിടത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന കർഷക തൊഴിലാളിക്ക് നേരെ കാട്ടാനയുടെ ആക്രമണം. അമരമ്പലം പഞ്ചായത്തിലെ TK കോളനിയിൽ ചൊവ്വാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് സംഭവം. മുണ്ടേരി അപ്പൻകാപ്പ് സ്വദേശിയും TK കോളനിയിൽ താമസക്കാരനുമായ വെളുത്തേടത്ത് ദാസിന് നേരെയാണ് ആക്രമണമുണ്ടായത്. കൊയ്പ്ര മലവാരത്തിലെ സ്വകാര്യ കൃഷിയിടത്തിൽ നിന്നും ജോലി കഴിഞ്ഞ് വരവെ പൂന്തോട്ടം കടവിലെ പുഴയിൽ നിന്ന് മുഖം കഴുകുകയായിരുന്നു. ഈ സമയം ഈറ്റക്കാട്ടിൽ മറിഞ്ഞു നിന്ന കാട്ടാന ദാസന്റെ പിറകിലൂടെ തുമ്പിക്കൈ ചുറ്റിപ്പിടിച്ച് എടുത്തെറിയുകയായിരുന്നു. ദാസന്റെ കൂടെ സഹോദരനടക്കം മറ്റു തൊഴിലാളികളും ഉണ്ടായിരുന്നു. ഈറ്റക്കാട്ടിൽ മറിഞ്ഞു നിന്ന ആനയെ ഇവരും കണ്ടിരുന്നില്ല. ആന ആക്രമിച്ചതോടെ കൂടെയുള്ളവർ ഓടി രക്ഷപ്പെട്ടു. പിന്നീട് ആനയെ പിന്തിരിപ്പിച്ചാണ് ഒപ്പമുള്ളവർ അടുത്തെത്തിയത്. അപകടം നടന്ന സ്ഥലത്തു നിന്നും ദാസനെ സ്വകാര്യ വ്യക്തിയുടെ ജീപ്പിൽ പൂന്തോട്ടം കടവിലെ വനം ഔട്ട് പോസ്റ്റിലെത്തിച്ചു. അവിടെ നിന്ന് വനംവകുപ്പ് വാഹനത്തിൽ പൊട്ടിക്കലിലെത്തിച്ച് തുടർന്ന് ആംബുലൻസിൽ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും എത്തിച്ചു. പരിക്ക് ഗുരുതരമല്ലെങ്കിലും കൂടുതൽ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. പാഠപുസ്തക പഠനത്തോടൊപ്പം കുട്ടികൾക്ക് മറ്റ് തൊഴിലുകളിലും പ്രാവീണ്യം നേടാൻ അവസരമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ NCERT നടപ്പിലാക്കുന്ന കൗശൽ ബോധ് പദ്ധതി തൊടുപുഴ ജെറാണി പബ്ലിക് സ്കൂളിൽ വിജയകരമായി പൂർത്തീകരിച്ചു. ഇതിന്റെ ഭാഗമായി സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥികൾ വെജിറ്റബിൾ ഗാർഡനാണ് പ്രോജക്റ്റായി തെരഞ്ഞെടുത്തത്. തൊടുപുഴ നഗരസഭയിലെ കൃഷി ഓഫീസർ ബിനു ആണ് പദ്ധതി ഉദ്ഘാടനം ചെയ്തത്. ഇദ്ദേഹത്തിന്റെ നിർദ്ദേശാനുസരണം വിവിധ പച്ചക്കറികൾ ജൈവ രീതിയിൽ കൃഷി ചെയ്ത് വിളവിറക്കി. This is the Kaushal Bodh project given to class 7. We were given the project to plant several plants and take harvest. So our teachers gave all the tools to do this. So we started by making the ground for this project, and we worked together like a team. And it was a very great project. We enjoyed very much. So we planted the plants and we harvested it. So it was a great project. We learned how to make the ground, how to harvest the plants. So we learned so much from this. It was a great project.
കെട്ടിയുണ്ടോ? Good job. Very good. Congratulations. Your hard work paid off. കുമാരമംഗലം പഞ്ചായത്തിലെ 6ാം വാർഡ് കറുക ഭാഗത്ത് കനാൽ റോഡിൽ മാലിന്യം കുന്നുകൂടി കിടന്നിട്ടും വേണ്ട നടപടികൾ സ്വീകരിക്കുന്നില്ലെന്ന് പരാതി. നിരവധി ആളുകൾ നിരന്തരം ഉപയോഗിക്കുന്ന ഒരു പ്രധാന റോഡാണ് ഇത്. ഈ രീതിയിൽ തുടർന്നാൽ വൈകാതെ തന്നെ ഇതൊരു വലിയ മാലിന്യ കൂമ്പാരമാകുമെന്നും ആക്ഷേപമുയരുന്നു. 6ാം വാർഡ് മെമ്പർ ഇത് അറിഞ്ഞ ഭാവമില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. അവർക്കിതൊന്നും ശരിയാക്കാൻ ഒരു താല്പര്യവുമില്ലെന്നും ഒരു നടപടിക്രമവും പാലിക്കാതെ അവതരിപ്പിച്ച തട്ടിക്കൂട്ട് ബജറ്റിനെ ചൊല്ലി തമ്മിലടിക്കാൻ മാത്രമേ പഞ്ചായത്ത് ഭരണസമിതിക്ക് സമയമുള്ളൂ എന്നും അവർ പറയുന്നു. ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും പ്രദേശത്ത് ക്യാമറകൾ സ്ഥാപിക്കണമെന്നും CPIM ഏഴലൂർ ലോക്കൽ കമ്മിറ്റി ആവശ്യപ്പെട്ടു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഏപ്രിൽ 9 നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇടുക്കി ജില്ല സജ്ജമായെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്. സുതാര്യവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചു വരുന്നതായും അദ്ദേഹം അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച നിരീക്ഷകർ ഇടുക്കി ജില്ലയിലെത്തി. ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട്, ജില്ലാ പോലീസ് മേധാവി KM സാബു മാത്യു എന്നിവർ ചേർന്ന് നിരീക്ഷകരെ സ്വീകരിച്ചു. റംസാൻ, വിഷു, ഈസ്റ്റർ ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടുവാൻ തൊടുപുഴ സമ്മർ ഫെസ്റ്റ് മാർച്ച് 20 മുതൽ വെങ്ങല്ലൂർ കോലാനി ബൈപ്പാസിലെ പുളിമൂട്ടിൽ ഗ്രൗണ്ടിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മന്ത്രി വന്ന് ഉദ്ഘാടനം നടത്തി. പക്ഷെ 2 ആഴ്ച തികച്ച് പ്രവർത്തിക്കാതെ കയാക്കിംഗ് അടച്ചുപൂട്ടി. കുളമാവിൽ വടക്കേപ്പുഴ ടൂറിസത്തിന്റെ ഭാഗമായി തുടങ്ങിയ കയാക്കിംഗ് സൗകര്യമാണ് നിർത്തലാക്കിയത്. 2 നിയമസഭാ മണ്ഡലങ്ങളുടെയും 2 പഞ്ചായത്തുകളുടെയും അതിർത്തിയിലെ പാലം തകർന്നു കിടന്നിട്ട് 7 വർഷങ്ങൾ. പാലം പണിയാത്തതിനാൽ 100 കണക്കിന് സ്കൂൾ കുട്ടികളും നാട്ടുകാരുമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.